ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ്, പരാജയപ്പെട്ടു പോയ ആളാണ്. 10ാം ക്ലാസ്സിൽ മാത്രമല്ല, വേദപാഠത്തിന് ഞാൻ തോറ്റുപോയി. എൻ്റെ ഒരു കണക്ക് പ്രകാരം ആ ജില്ലയിൽ ആരും വേദപാഠത്തിന് തോറ്റിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. എന്നോടൊരാൾ ചോദിച്ചു അന്നത്തെ കാലത്ത്, ഇയാൾ വേദപാഠത്തിന് പോലും ജയിച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ അറിഞ്ഞില്ല വേദപാഠത്തിന് തോറ്റുപോയത്. ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ഇയാൾ വേദപാഠത്തിന് പോലും ജയിച്ചിട്ടില്ലല്ലോടോ എന്ന്. വേദപാഠത്തിന് അത്യാവശ്യം എല്ലാവരും ജയിക്കുന്നതാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഇയാൾക്ക് വിശ്വാസം വരുന്നില്ല, ആ നോട്ടീസ് ബോർഡിൽ പോയി നോക്കാൻ. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ പേര് മാത്രം റെഡ് മഷി പേനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, എന്ന ആഗ്രഹം സെമിനാരി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇടോ സെമിനാരി പോകണമെങ്കിൽ മിനിമം വേദപാഠമെങ്കിലും ജയിക്കണം. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷയും വേദപാഠ പരീക്ഷയും തോറ്റുപോയ ആൾ ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ഒന്നാമത്തെ സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ സെമിനാരി ചേർന്നു. സെമിനാരി ചേരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോറ്റയാളായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ദൈവാനുഗ്രഹത്താൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു, ഒന്നും പഠിക്കാത്തൊരുത്തൻ. അവൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ 4-5 മാസം, ഒരു വർഷം തികയ്ക്കുന്നതിന് മുമ്പ് ആൾ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിലന്ന് വലിയ ദുഃഖമായിരുന്നു, പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, വീട്ടിൽ പോയാലും പ്രശ്നമാണ്, ഇവിടെ നിന്നാലും പ്രശ്നമാണ്, പിന്നെയും പ്രശ്നം കുറവ് ഇവിടെ, അതുകൊണ്ട് ഇവിടെ നിന്നേക്കാം. അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചും പിന്നീടാണ് ദൈവവചനം എന്താണ്. ഞാൻ ഈ ബൈബിൾ വായിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട്, എടോ ഇയാൾ എപ്പോഴും ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാതെ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കടോ, താൻ എപ്പം നോക്കിയാലും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ എപ്പോഴും എന്തിനാ ബൈബിൾ വായിക്കുന്നതിനോട് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒത്തിരി മറ്റും പുസ്തകങ്ങൾ വായിക്കുന്നവരായിരുന്നു. പക്ഷെ എന്തോ ഞാൻ ഈ വചനം കൂടുതലായി വായിച്ചിട്ടുണ്ട്. അന്നു മുതൽ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഈ ദൈവവചനത്തോട്. ആ ദൈവവചനമാണ് എന്നെ ഇവിടെ നിർത്തിയത്. ആ വചനത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ആരംഭം.